ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ശേഖരമുള്ള രാജ്യമായി വെനസ്വേല ഇന്നും നിലകൊള്ളുന്നു. ഏകദേശം 300 ബില്യൺ ബാരലിൽ അധികം എണ്ണ ശേഖരം രാജ്യത്തിനുണ്ടെന്നാണ് അന്താരാഷ്ട്ര ഊർജ്ജ പഠന സ്ഥാപനങ്ങളുടെ കണക്ക്. എണ്ണ സമ്പത്തിൽ ലോകശക്തികളായി കണക്കാക്കപ്പെടുന്ന സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, റഷ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ കൂടുതലാണ് വെനസ്വേലയുടെ തെളിയിക്കപ്പെട്ട എണ്ണ ശേഖരം. എന്നിട്ടും എന്തുകൊണ്ടാണ് വെനസ്വേല ക്രൂഡ് ഓയിൽ ശേഖരത്തിൽ മുന്നിൽ നിൽക്കുമ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്നത്? വിശദമായി പരിശോധിക്കാം. ഞാൻ ഗ്രീഷ്മ. ആഗോളതലത്തിൽ ഇതുവരെ കണ്ടെത്തിയ മൊത്തം ക്രൂഡ് ഓയിൽ ശേഖരത്തിന്റെ ഏകദേശം 1/5 വെനസ്വേലയുടെ മണ്ണിനടിയിലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ അസാധാരണമായ പ്രകൃതി വിഭവ സമ്പത്ത് വെനസ്വേലയെ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ പര്യാപ്തമായിരുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികൾ, സാമ്പത്തിക അസ്ഥിരത, ഭരണപരമായ വീഴ്ചകൾ, അഴിമതി ആരോപണങ്ങൾ കൂടാതെ അമേരിക്കയുടെ ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും ചേർന്നതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച വലിയ തിരിച്ചടി നേരിട്ടു. എണ്ണ സമ്പത്തിന്റെ മുകളിൽ ഇരുന്നിട്ടും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വെനസ്വേല നീങ്ങിയതിന്റെ കാരണം ഇതാണെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയുടെ ഇടപെടലുകൾക്ക് പിന്നാലെ വെനസ്വേലയിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും നിർണായക മാറ്റങ്ങൾ സംഭവിച്ചു. പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ അധികാരത്തിൽ നിന്ന് നീക്കപ്പെട്ടതും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടതുമാണ് രാജ്യത്തെ അധികാരഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചത്. ഇതിനുശേഷം വെനസ്വേലയുടെ എണ്ണ വ്യവസായത്തിലും കയറ്റുമതി സംവിധാനങ്ങളിലും അമേരിക്കൻ സ്വാധീനം ഗണ്യമായി വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാന വരുമാന മാർഗമായ എണ്ണ കയറ്റുമതിയുടെ നിയന്ത്രണം പുതിയ സംവിധാനത്തിലൂടെ അമേരിക്കൻ മേൽനോട്ടത്തിലേക്ക് മാറിയതായും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഈ മാറ്റങ്ങൾക്ക് പിന്നാലെ വെനസ്വേലയുടെ എണ്ണ കയറ്റുമതിയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പരിമിതമായ തോതിൽ മാത്രമായിരുന്ന കയറ്റുമതി പിന്നീട് ഗണ്യമായി വർദ്ധിച്ചു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മെയ് മാസത്തിൽ പ്രതിദിനം ഏകദേശം 12.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് വെനസ്വേലയിൽ നിന്ന് വിദേശ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്തത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന കയറ്റുമതി നിരക്കുകളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. റഷ്യൻ എണ്ണയുടെ ആഗോള വിപണിയിലെ പങ്ക് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ശക്തമായതോടെയാണ് വെനസ്വേല വീണ്ടും ആഗോള ഊർജ്ജ ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് എത്തിയത്. റഷ്യക്കെതിരായ സാമ്പത്തിക ഉപരോധങ്ങൾ നടപ്പാക്കിയ ശേഷം പകരം എണ്ണ ഉറവിടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ശക്തമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് വെനസ്വേലയിലെ വൻ എണ്ണ ശേഖരങ്ങൾ വീണ്ടും ആഗോള ശ്രദ്ധ നേടിയത്. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വിപണിയിൽ ആവശ്യമായ വിതരണം നിലനിർത്തുന്നതിനുമായി വെനസ്വേലയുടെ എണ്ണ ഉൽപാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്ന നടപടികൾക്ക് മുൻഗണന ലഭിച്ചു. ഇതിനിടെ റഷ്യൻ എണ്ണയെ കൂടുതൽ ആശ്രയിച്ചിരുന്ന ഇന്ത്യയും തങ്ങളുടെ ഇറക്കുമതി നയത്തിൽ മാറ്റം വരുത്താൻ തുടങ്ങി. റഷ്യൻ എണ്ണയ്ക്ക് നേരെയുള്ള നിയന്ത്രണങ്ങളും പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയും വിതരണ ശൃംഖലയിലെ അനിശ്ചിതത്വം സൃഷ്ടിച്ചതോടെ വെനസ്വേലൻ ക്രൂഡിലേക്ക് ഇന്ത്യയുടെ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെട്ടു. ഇന്ത്യയിലെ റിഫൈനറികൾക്ക് അനുയോജ്യമായ ഗുണനിലവാരമുള്ള എണ്ണ ലഭ്യമാകുന്നതും മത്സരാധിഷ്ഠിത വിലയും ഈ നീക്കത്തിന് സഹായകരമായതായി വിലയിരുത്തപ്പെടുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ 20ാം നൂറ്റാണ്ടിൽ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥകളൊന്നായിരുന്നു വെനസ്വേല. എണ്ണ ഉൽപാദനവും കയറ്റുമതിയും അടിസ്ഥാനമാക്കിയതായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച. പ്രത്യേകിച്ച് അമേരിക്കയിലേക്കായിരുന്നു വെനസ്വേലൻ എണ്ണയുടെ വലിയൊരു വിഹിതം കയറ്റുമതി ചെയ്തിരുന്നത്. എണ്ണയിൽ നിന്നുള്ള വരുമാനം രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹിക ക്ഷേമ പദ്ധതികൾക്കും പ്രധാന ധനസ്രോതസ്സായിരുന്നു. എന്നാൽ പിന്നീട് എണ്ണ മേഖലയിലെ അമിത സർക്കാർ നിയന്ത്രണവും രാഷ്ട്രീയ ഇടപെടലുകളും കാര്യക്ഷമത കുറയ്ക്കുകയും അഴിമതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതോടൊപ്പം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞതും രാജ്യത്തിന്റെ വരുമാനത്തെ ബാധിച്ചു. അമേരിക്കൻ ഉപരോധങ്ങൾ കൂടി ശക്തമായതോടെ വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. മഡുറോ അധികാരത്തിലുണ്ടായിരുന്ന അവസാന വർഷങ്ങളിൽ വെനസ്വേലയുടെ എണ്ണ കയറ്റുമതി പ്രതിദിനം ഏകദേശം 2 ലക്ഷം ബാരലിലേക്ക് ചുരുങ്ങിയിരുന്നു. കയറ്റുമതി ചെയ്ത എണ്ണയുടെ വലിയൊരു വിഹിതം ചൈനയിലേക്കായിരുന്നു. എന്നാൽ പിന്നീട് എണ്ണ മേഖലയിലെ ഘടനാപരമായ മാറ്റങ്ങളും അന്താരാഷ്ട്ര സഹകരണങ്ങളും നടപ്പിലാക്കിയതോടെ ഉൽപാദനവും കയറ്റുമതിയും വേഗത്തിൽ ഉയരാൻ തുടങ്ങി. ഇതിന്റെ പ്രതിഫലനം കയറ്റുമതി വരുമാനത്തിലും വ്യക്തമായി കാണാനിടയായി. കഴിഞ്ഞ ജനുവരിയിൽ ഏകദേശം $600 മില്യൺ മൂല്യമുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്തിരുന്ന വെനസ്വേല ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വരുമാനം ഗണ്യമായി ഉയർത്തി. ഏപ്രിൽ മാസത്തോടെ എണ്ണ കയറ്റുമതിയിൽ നിന്ന് ലഭിച്ച വരുമാനം $3.7 ബില്യൺ എത്തിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ആവശ്യകതയും കയറ്റുമതി അളവിലെ വർധനവും ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി. വെനസ്വേലൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താക്കളിൽ അമേരിക്ക 1ാം സ്ഥാനത്താണ്. അതിനു പിന്നാലെ ഇന്ത്യയും സ്പെയിനും വലിയ തോതിൽ വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങളായി മാറിയിട്ടുണ്ട്.
കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ രാജ്യങ്ങളുടെ ഇറക്കുമതി ആവശ്യകതയിൽ ഗണ്യമായ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നതും ഇന്ത്യയുടെ ഊർജ്ജ നയത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണത്തിൽ ഇടയ്ക്കിടെ അനിശ്ചിതത്വം നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ബദൽ വിതരണ മാർഗങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം റഷ്യൻ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളും ഇന്ത്യയെ പുതിയ വിതരണ കേന്ദ്രത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വെനസ്വേലയുമായുള്ള ഊർജ്ജ സഹകരണം ഇന്ത്യ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ദീർഘകാല ക്രൂഡ് ഓയിൽ ആവശ്യകത നിറവേറ്റുന്നതിനുമായി വെനസ്വേലയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കുന്ന സാധ്യതകൾ കേന്ദ്ര സർക്കാർ സജീവമായി പരിശോധിച്ചു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും ഈ വിഷയത്തിൽ പ്രത്യേക തരത്തിലുള്ള ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ആഗോള ഊർജ്ജ വിപണിയിൽ സംഭവിക്കുന്ന വേഗത്തിലുള്ള മാറ്റങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർണായക നീക്കമായാണ് ഇതിനെ കാണുന്നത്.